ഹായ് ഫ്രണ്ട്സ്, ഇന്നത്തെ വീഡിയോയിൽ ഒരു ഇറ്റാലിയൻ റെസിപ്പിയാണ്. ഇറ്റാലിയൻ ഫുഡായ റിസോട്ടോ. റിസോട്ടോ ഉണ്ടാക്കാൻ പറ്റിയ ഏറ്റവും നല്ല റൈസാണിത്. ഒരു ഇറ്റാലിയൻ പ്രൊഡക്റ്റ് ആയതുകൊണ്ട് തന്നെ ഇറ്റാലിയൻ ലാംഗ്വേജിലാണ് ഈ റൈസിൻ്റെ പേര് പാക്കറ്റിന്മേൽ എഴുതിയിരിക്കുന്നത്. ഈ റൈസ് ലുലു സൂപ്പർ മാർക്കറ്റിൽ നിന്നാണ് വാങ്ങിച്ചത്. ഇനി നമുക്ക് കുക്കിംഗ് സ്റ്റാർട്ട് ചെയ്യാം. 342 ഗ്രാമാണ് ഈ പാക്കറ്റിലുണ്ടായിരുന്നത്. അപ്പോൾ അത് ഫുള്ളായി എടുക്കുന്നുണ്ട്. അപ്പോൾ ആദ്യം ഈ അരി നന്നായി വാഷ് ചെയ്തെടുക്കുക. ഞാനൊരു 3 ടൈംസാണ് വാഷ് ചെയ്തെടുത്തത്. വാഷ് ചെയ്ത് കഴിയുമ്പോൾ ഇങ്ങനെയാണ് ഇരിക്കുന്നത്. കുക്കറിലാണ് ഞാൻ കുക്ക് ചെയ്തെടുക്കുന്നത്. ഈ അരിയുടെ കുക്കിംഗ് ടൈം 12 to 15 മിനിറ്റ് എന്നാണ് പറയുന്നത്. ഞാനിത് കുക്കറിൽ ഇട്ടിട്ട് ഒരു വിസിലാണ് വരുത്തിക്കുന്നത്. അപ്പോൾ ആദ്യം കുക്കറിലിട്ടിട്ട് കുറച്ച് വെള്ളം അതിൻ്റെ മേലെ നിൽക്കുന്ന വിധത്തിൽ വെള്ളം ഒഴിച്ചിട്ട് ഒരു വിസിൽ വരുന്നത് വരെ വേവിച്ചെടുക്കുന്നു. പ്രഷർ പോയിട്ട് കുക്കർ ഓപ്പൺ ചെയ്യുമ്പോൾ റൈസ് ഇങ്ങനെയാണ് ഇരിക്കുന്നത്. സ്റ്റാർച്ച് കണ്ടൻറ്റ് കൂടുതലുള്ളത് കൊണ്ട് തന്നെ നല്ല സ്റ്റിക്കി ആയിട്ടാണ് റൈസ് ഇരിക്കുന്നത്. മറ്റുള്ള റൈസിനേക്കാൾ സ്റ്റാർച്ച് കണ്ടൻറ്റ് ഈ റൈസിന് കൂടുതലാണ് കേട്ടോ. ഇനി തിളപ്പിച്ച വെള്ളം ഇതിലേക്ക് നന്നായി ഒഴിച്ചിട്ട് നമുക്കിത് സ്ട്രെയിൻ ചെയ്ത് വേറെ പാത്രത്തിലാക്കി വെക്കാം. റൈസ് സ്ട്രെയിൻ ചെയ്തെടുക്കുമ്പോൾ ഇതുപോലെയാണ് കിട്ടുന്നത്. ഇനി നമുക്ക് റിസോട്ടോ ഉണ്ടാക്കാനായിട്ട് സ്റ്റാർട്ട് ചെയ്യാം. അതിനായിട്ട് ഒരു സവോള, ഒരു തക്കാളി, ഒരു ക്യാപ്സിക്കം ഇതെല്ലാം നന്നായി ചെറുതാക്കി കട്ട് ചെയ്യുക. പിന്നെ ഇഞ്ചി വെളുത്തുള്ളി പേസ്റ്റ് അല്ലെങ്കിൽ ചെറുതാക്കി ചോപ്പ് ചെയ്തതോ മതി. പിന്നെ 3 പച്ചമുളകാണ് എടുത്തിരിക്കുന്നത്. ഇനി ഒരു പാൻ അടുപ്പത്ത് വയ്ക്കുക. ചൂടാകുമ്പോൾ 1 ടേബിൾ സ്പൂൺ ബട്ടർ ചേർത്ത് കൊടുക്കുക. ബട്ടറിൻ്റെ ഒപ്പം 1 ടേബിൾ സ്പൂൺ ഒലിവ് ഓയിലും കൂടി ചേർക്കുന്നത് നല്ലതാണ്. ഞാൻ റൈസ് ചേർക്കുന്നതിന് മുമ്പാണ് ഒലിവ് ഓയിൽ ചേർക്കുന്നത്. അത് കാരണം ഇപ്പോൾ ചേർത്തിട്ടില്ല. നിങ്ങൾക്ക് എപ്പോൾ വേണമെങ്കിലും ചേർക്കാം കേട്ടോ. പിന്നെ ചോപ്പ് ചെയ്ത് വെച്ചിരിക്കുന്ന ഇഞ്ചി വെളുത്തുള്ളി അതിലേക്ക് ചേർത്ത് കൊടുത്ത് വഴറ്റിയെടുക്കുക. ഇഞ്ചി വെളുത്തുള്ളി പച്ചമണം മാറി കളറ് മാറാനായിട്ട് തുടങ്ങുമ്പോൾ നമുക്ക് ചെറുതായി കട്ട് ചെയ്ത സവാള ചേർത്ത് കൊടുക്കാം. പിന്നെ പച്ചമുളകും ചേർത്ത് കൊടുക്കുക. സവാള ചെറുതായി ബ്രൗൺ കളർ ആയി വരുമ്പോൾ നമുക്കിതിലേക്ക് ചെറുതായി കട്ട് ചെയ്ത തക്കാളി ചേർത്ത് കൊടുക്കുക. തക്കാളി ചേർത്ത് കൊടുത്തതിന് ശേഷം നമുക്ക് പിന്നെ ആവശ്യത്തിന് ഉപ്പാണ് ചേർക്കേണ്ടത്. ഉപ്പ് ചോറ് വേവിക്കുമ്പോൾ ഉപ്പ് നിങ്ങൾ ചേർത്തിട്ടുണ്ടെങ്കിൽ ഇപ്പോൾ കുറച്ച് ചേർത്താൽ മതി. ഞാൻ ചോറ് വേവിക്കുമ്പോൾ ചേർത്തിട്ടുണ്ടായിരുന്നില്ല. അതുകൊണ്ട് 2 ടേബിൾ സ്പൂൺ ഉപ്പാണ് ചേർത്ത് കൊടുക്കുന്നത്. തക്കാളി വേവാനായിട്ട് മൂടി വെക്കണം. പിന്നെ വെന്ത് കഴിയുമ്പോൾ നമ്മൾ ഇതിലേക്ക് ചേർക്കുന്നത് ക്യാപ്സിക്കം ചെറുതായി കട്ട് ചെയ്തതാണ്. അതൊന്ന് നന്നായി ഇളക്കിയതിന് ശേഷം പിന്നെ ചേർക്കുന്നത് ഒറിഗാനോ 1 ടേബിൾ സ്പൂണാണ്. ഇറ്റാലിയൻ റെസിപ്പിയിലൊക്കെ ഈ ഒറിഗാനോ പൗഡർ നമ്മൾ ചേർക്കും. അത് 1 ടേബിൾ സ്പൂണാണ് ചേർക്കുന്നത്. ഇനി നമ്മൾ ഇതിലേക്ക് ചേർക്കുന്നത് പെപ്പർ പൗഡറാണ്. അത് 1/2 ടേബിൾ സ്പൂണാണ് പെപ്പർ പൗഡർ ചേർത്ത് കൊടുക്കുന്നത്. ഗ്രീൻ ചില്ലി നമ്മൾ 3 എണ്ണമാണ് ഇതിലേക്ക് ചേർത്ത് കൊടുത്തിരിക്കുന്നത്. ഇപ്പോൾ പെപ്പർ പൗഡറാണ് ചേർത്ത് കൊടുക്കുന്നത്. എന്നിട്ട് നന്നായി ഇളക്കി യോജിപ്പിക്കുക. ഇനി നെക്സ്റ്റായി ചേർക്കുന്നത് ഒലിവ് ഓയിലാണ്. ഒലിവ് ഓയിൽ 1 ടേബിൾ സ്പൂണാണ് ചേർത്ത് കൊടുക്കുന്നത്. ഒലിവ് ഓയിൽ ആദ്യത്തിൽ വേണമെങ്കിൽ മറ്റേ ബട്ടറിൻ്റെ ഒപ്പം ചേർത്ത് കൊടുത്താലും കുഴപ്പമില്ല, അല്ലെങ്കിൽ ഇപ്പോൾ ചേർത്ത് കൊടുത്താലും കുഴപ്പമില്ല. അതായത് കുക്ക് ചെയ്ത റൈസ് ചേർക്കുന്നതിന് മുമ്പ് ചേർത്ത് കൊടുക്കുക. ഇനി നേരത്തെ കുക്ക് ചെയ്ത് വെച്ച റൈസ് ഇതിലേക്ക് ചേർത്ത് കൊടുത്ത് നന്നായി മിക്സാക്കി എടുക്കുക. ഇനി ഈ റൈസിൻ്റെ മുകളിലായി 1/2 ടേബിൾ സ്പൂൺ ബട്ടറും കൂടിയും ചേർത്ത് നന്നായി മിക്സാക്കുക. ലാസ്റ്റായിട്ട് ഒറിഗാനോ പൗഡർ സ്പ്രിങ്കിൾ ചെയ്തിട്ട് ഇതിൻ്റെ മുകളിൽ ഇട്ട് കൊടുക്കുക. എന്നിട്ട് ഇത് 2 മിനിറ്റ് നേരം മൂടി വയ്ക്കുക. അപ്പോൾ നമ്മുടെ അടിപൊളി ടേസ്റ്റിലുള്ള ഇറ്റാലിയൻ ഫുഡായ റിസോട്ടോ റെഡിയായി. അപ്പോൾ എല്ലാവരും വീട്ടിലുണ്ടാക്കി നോക്കിയിട്ട് ഇഷ്ടമായെങ്കിൽ ലൈക്ക് ചെയ്ത് അഭിപ്രായം കമൻറ്റ് ബോക്സിൽ എഴുതാനും, എൻ്റെ ചാനൽ ആദ്യമായിട്ടാണ് നിങ്ങൾ കാണുന്നതെങ്കിൽ സബ്സ്ക്രൈബ് ചെയ്ത് ബെല്ലൈക്കൺ ഓൾ എന്ന് എനേബിൾ ചെയ്താൽ ഞാൻ നെക്സ്റ്റ് ഇടുന്ന വീഡിയോയുടെ നോട്ടിഫിക്കേഷൻ നിങ്ങൾക്ക് കിട്ടുന്നതായിരിക്കും.
താങ്ക്സ് ഫോർ വാച്ചിങ്.